ഗിരിവരധാരി ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധ മാധവ കുഞ്ച വിഹാരി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ പതി പവൻ ശില ഗുരുദേവ ജയ परम दयालु शील गुरुदेव जय प्रभुपदा जय भक्ति वेदांत स्वामी प्रभुपदा नित्य गौर हरि बोल नित्य गौर हरि बोल। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഇന്നിപ്പോൾ നമ്മൾ വായിക്കേണ്ടത് ഗോവർദ്ധന പൂജയാണ്. 24ാമത്തെ കൃഷ്ണ ബുക്കിലെ 24ാമത്തെ അധ്യായത്തിലെ ഗോവർദ്ധന പൂജ.
അതായത് ഇന്ദ്രന് വേണ്ടി ഉദ്ദേശിച്ച ഒരു യാഗം തുടരുകയും അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാനായി മറ്റൊരു യാഗം ഏർപ്പെടുത്തുകയും ചെയ്ത കൃഷ്ണഭഗവാൻ ഇന്ദ്രന്റെ അഹങ്കാരത്തെ അടിച്ചമർത്തുന്നതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ഗോപന്മാർ ഇന്ദ്രന് വേണ്ടി തിരക്കിട്ടൊരു യാഗത്തിനൊരുങ്ങുന്നതും കണ്ടപ്പോൾ യാഗത്തിനൊരുങ്ങുന്നത് കണ്ടപ്പോൾ ഗോപന്മാരുടെ രാജാവായ നന്ദനോട് ശ്രീകൃഷ്ണൻ അതിനെക്കുറിച്ച് ചോദിച്ചു. ഇന്ദ്രൻ നൽകുന്ന മഴ കാരണമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന്, അതിനാൽ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുവാൻ യാഗം നടത്തേണ്ടതുണ്ടെന്നും നന്ദൻ വിശദീകരിച്ചു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പ്രതിവചിച്ചു. ജീവജാലങ്ങൾ വിവിധ ശരീരങ്ങൾ സ്വീകരിക്കുകയും ആ ശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നത് അവരുടെ കർമ്മം മൂലമാണ്. കർമ്മമാണ് നമ്മുടെ ശത്രുവും മിത്രവും, ഗുരുവും പ്രഭുവും. എല്ലാവരും കർമ്മഫലത്താൽ ബന്ധിതരാണ്. ഇന്ദ്രൻ ആരുടെയും സുഖദുഃഖങ്ങളിൽ യാതൊന്നും ചെയ്യാൻ കഴിവില്ല. ഭൗതിക പ്രകൃതിയുടെ സത്വ രജസ്തമോ ഗുണങ്ങളാണ് ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടപ്പിലാക്കുന്നത്. മേഘങ്ങൾ രജോ ഗുണത്താൽ പ്രേരിതരായി മഴ പെയ്യ്ക്കുന്നു. ഗോപന്മാർ ഗോസംരക്ഷണത്താൽ അഭിവൃദ്ധി നേടുന്നു. മാത്രമല്ല, ഗോപന്മാരുടെ യഥാർത്ഥ വസതി കാടുകളും കുന്നുകളുമാണ്. അതിനാൽ നിങ്ങൾ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനുമാണ് യഥാർത്ഥത്തിൽ പൂജ നൽകേണ്ടത്. ഇങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണൻ ഇന്ദ്രയാഗത്തിന് വേണ്ടി സമാഹരിച്ചു വെച്ചിരുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ഗോവർദ്ധനത്തെ പൂജിക്കാൻ ഗോപന്മാരോട് ഏർപ്പാട് ചെയ്തു. എന്നിട്ട് കൃഷ്ണൻ ഭീമാകാരവും അത്യപൂർവവുമായ ഒരു അതീന്ദ്രിയ രൂപം സ്വീകരിച്ച് ഗോവർദ്ധനത്തിന് അർപ്പിച്ച എല്ലാ ഭക്ഷ്യവസ്തുക്കളും മറ്റു നിവേദ്യങ്ങളും വിഴുങ്ങി. ഇങ്ങനെ ചെയ്യവേ അദ്ദേഹം ഗോപസമൂഹത്തോട്, അവർ ഇത്രയും കാലം ഇന്ദ്രനെ പൂജിച്ചിട്ടും ഇതുവരെ അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടില്ലെന്ന്, അതേസമയം ഗോവർദ്ധനഗിരി അവരുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ നൽകിയ എല്ലാ നിവേദ്യങ്ങളും ഭക്ഷിച്ചുവെന്നും പ്രഖ്യാപിച്ചു. അതിനാൽ അവർ ഇപ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ പ്രണമിക്കേണ്ടതാണ്. എന്നിട്ട് തൻ്റെ പുതിയ രൂപത്തെ ഗോപന്മാർക്കൊപ്പം ചേർത്ത് പ്രണമിച്ചു. ഭഗവാനപി തത്രൈവ ബലദേവേന സംയുത അപശ്യന്നിവസൻ ഗോപാൻ ഇന്ദ്രിയാഗ കൃതോദ്യമാൻ. അതായത് സുഖദേവ ഗോസ്വാമി പറയുകയാണ്, ബലരാമനോടൊപ്പം അവിടെ വസിക്കവേ കൃഷ്ണ ഭഗവാൻ ഒരിക്കൽ ഗോപന്മാർ ഇന്ദ്രന് വേണ്ടി ഒരു യാഗം ഒരുക്കുന്ന തിരക്കിൽ മുഴുകിയിരിക്കുന്നതായി കാണാനിടയായി. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം തന്നെ. അപ്പോൾ പൂർണ്ണമായ യജ്ഞകർമ്മങ്ങളിൽ നിരതരായ ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടിരിക്കുക തന്നെ ജലവിതരണത്തിന്റെ ചുമതല വഹിക്കുന്ന സ്വർലോക അധിപനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായി ഗോപന്മാർ മറ്റൊരു യാഗത്തിന് ഒരുക്കം കൂട്ടുന്നതായി കൃഷ്ണനും ബലരാമനും കണ്ടു. കൃഷ്ണാവബോധത്തിലെ കൃഷ്ണന്റെ അതീന്ദ്രിയ പ്രേമസേവനത്തിലും നിരതരായിരിക്കുന്ന കൃഷ്ണഭക്തന് താൻ മറ്റെല്ലാ കടപ്പാടുകളിൽ നിന്നും മുക്തനായി കഴിഞ്ഞുവെന്ന് ദൃഢവിശ്വാസവും ബോധമുണ്ടെന്നും ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നു. വേദങ്ങളിൽ പറയുന്ന അനുഷ്ഠാന കർമ്മങ്ങളൊന്നും ഒരു ശുദ്ധ കൃഷ്ണഭക്തൻ ചെയ്യേണ്ടതില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയാൾക്ക് എന്തെങ്കിലും ദേവനെ ആരാധിക്കേണ്ട കാര്യവുമില്ല. എന്തെന്നാൽ അയാൾ കൃഷ്ണഭക്തനാണ്. വൈദികമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ദേവന്മാരെ പൂജിക്കുന്നത് കൊണ്ടോ ഒരാളിൽ കൃഷ്ണഭക്തി വളരുന്നില്ല. അതേസമയം പൂർണ്ണമായും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ വേദാനുശാസനങ്ങളെല്ലാം നടപ്പാക്കി കഴിഞ്ഞതായി കരുതുകയും വേണം. അതായത് കൃഷ്ണന്റെ അതീന്ദ്രിയ എങ്ങനെയുള്ള ഭക്തന്മാരാണ് എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്.
അത് കൃഷ്ണാവബോധത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ പ്രേമ സേവനത്തിലും നിരതനായിരിക്കുന്ന കൃഷ്ണഭക്തന്. അപ്പം നമ്മൾ കൃഷ്ണഭക്തനാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതായത് ശരിയായിട്ടുള്ള കൃഷ്ണഭക്തന്മാരുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ ഗുരുക്കന്മാരിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അത് ഫോളോ ചെയ്യുകയും 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ, അതാണ് മീറ്റ് ഈറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇൻടോക്സിക്കേഷൻ, ഇലിസിയേറ്റഡ് സെക്സ്, ഈ 4 നെടുന്തൂണുകൾ, ഇത് 4 ഉപേക്ഷിക്കുകയും നിരന്തരമായി 16 മാല ജപിക്കുകയും എല്ലാവിധമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും, അതായത് എല്ലാവിധമായ മെയിൻ ആയിട്ട് ഏകാദശി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന, പിന്നെ നമ്മുടെ നിത്യവും മംഗളാരതി പൂജകളും മറ്റുള്ള തുളസി പൂജ, നരസിംഹ പൂജ, സന്ധ്യാരതി ഇതെല്ലാം നടത്തുകയും ഭഗവത്ഗീത, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള, അതാണ് നമ്മുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കൃഷ്ണഭക്തൻ. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ചില പ്രഭുപാദന്റെ പറയുന്ന മാതിരി, അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള കൃഷ്ണ അവബോധം. കാരണം നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിച്ചിരിക്കുകയാണെങ്കിൽ ശേഷമാണ് നമുക്ക് അങ്ങനെ ഒരു പേര് കിട്ടുന്നത്, അല്ലേ? അതെങ്ങനെ കിട്ടും? നമ്മൾ നിരന്തരമായിട്ടുള്ള ഭക്തിയുത സേവനത്തിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധം, നിർബന്ധമായിട്ടും കൃഷ്ണ സംബന്ധമായിട്ടുള്ളൊരു ബന്ധം വേണം. പിന്നെന്താ, നമ്മുടെ മനസ്സെപ്പോഴും സതതം കീർത്തയൻ തോമാം യദന്തശ്ച ദൃഢാവൃത സമസ്യന്തശ മാംഭക്ത്യ നിത്യയുക്ത ഉപാസതയും. ഭഗവാനുമായിട്ടുള്ള ഒരു എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുകയും ശരിയായിട്ടുള്ള ഒരു അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളും അനുഷ്ഠിക്കാൻ ആ ഒരു ശുദ്ധഭക്തൻ അല്ലെങ്കിൽ കൃഷ്ണഭക്തൻ ആണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി എങ്കിൽ നമ്മുടെ ഗൃഹസ്ഥ, വാനപ്രസ്ഥ, ബ്രഹ്മചാരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള വിധമാണ് നമ്മുടെ ജീവിത രീതിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കൃഷ്ണഭക്തൻ ആണ്. ശുദ്ധ കൃഷ്ണഭക്തൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചില പ്രഭുപാദിന്റെ കൃപ കൊണ്ട്, ഗുരു മഹാരാജിന്റെ കൃപ കൊണ്ട് നമുക്ക് ശുദ്ധഭക്തനായിട്ടുള്ള ആ വിശ്വാസത്തോട് നമുക്ക് ഈ നമ്മുടെ കർമ്മങ്ങളെയെല്ലാം, അതാണ് പറയുന്നത്, നമ്മുടെ കർമ്മങ്ങളെയെല്ലാം നമുക്ക് ശുദ്ധിയാക്കാനും, വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ കണ്ട് ദേവന്മാരെയോ മറ്റു കൊണ്ടോ ഒരാൾ കൃഷ്ണഭക്തി വളരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള ശരിയായ സുപ്രീം പേഴ്സൺ, പരമദൈവത്വ പുരുഷനായ ഭഗവാനാണ് ഇതിൻ്റെ ഉള്ള തിരിച്ചറിവ് കിട്ടുകയും അതിലൂടെ ഭഗവാനെ ഏത് സമയവും ഭഗവാന്റെ നാമം ജപിക്കുകയും 16 മാല കൃത്യമായിട്ട് ജപിക്കുകയും, അങ്ങനെ നമ്മൾ കൃഷ്ണഭക്തിയിൽ കൂടുതൽ അനുഷ്ഠിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വേദാനുശാസനങ്ങളും അല്ലെങ്കിൽ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത് ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യമുള്ളൂ. കാരണം അങ്ങനെ ആയിത്തീർന്നാൽ മാത്രമേ നമുക്കൊരു ഭക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ, കൃഷ്ണഭക്തൻ. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൃഷ്ണഭക്തി ഉണ്ട്, നാം കൃഷ്ണഭക്തനാണെന്നും പറഞ്ഞിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല. ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ഒരു ഗുരു പരമ്പരയിൽ, ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗുരുവായിട്ട് ചർച്ച ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ മുതിർന്ന റെപ്രസെൻറ്റേറ്റീവായ മുതിർന്ന ഭക്തന്മാരുമായിട്ട് ഉള്ള ആ ഒരു സംഘത്തിലൂടെ, സത്സംഗമാണ് ഏറ്റവും പ്രാധാന്യം. ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പ്രായോഗിക എല്ലാ ദിവസവും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൃഷ്ണഭക്തി വരും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സത്സംഗം കൊണ്ട് മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. തൻ്റെ സാന്നിധ്യം വൃന്ദാവനത്തിലുടനീളം കാലം പൂർണ്ണമായും ഭക്തിയുത സേവനം നടപ്പിലാക്കാനും യാഗം പോലുള്ള കർമാനുഷ്ഠാനങ്ങൾ തൻ്റെ ഭക്തർ തുടരാതിരിക്കാനും കൃഷ്ണൻ ആഗ്രഹിച്ചു. അതാണ് കൃഷ്ണൻ മറ്റുള്ളവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ, തൻ്റെ സാന്നിധ്യം വൃന്ദാവനത്തിൽ എപ്പോഴും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമുണ്ട്. ഭക്തിയുത സേവനം അങ്ങനെ നടപ്പിലാക്കാം. യാഗം പോലുള്ള കർമാനുഷ്ഠാനങ്ങൾ, യാഗം, യജ്ഞം, ഇങ്ങനെയുള്ള മന്ത്രവിദ്യകൾ, തന്ത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. തൻ്റെ ഭക്തന്മാർ തുടരാതിരിക്കാനും കൃഷ്ണൻ ആഗ്രഹിച്ചു. ഗോപന്മാർ ഇന്ദ്രയാഗം നടത്താനുള്ള ഉത്സാഹത്തിലാണെന്ന് സർവജ്ഞ ആയ ഭഗവാന് മനസ്സിലായി. ഭഗവാന് ഇതെല്ലാ കാര്യങ്ങളും അറിയാം. കാരണം ഭഗവാൻ അഹം സർവസ്യ പ്രഭു, ഞാൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്.
അങ്ങനെ എങ്കിലും കേവല മര്യാദയുടെ പേരിൽ തികഞ്ഞ വിധേയത്വത്തോടെ വയോവൃദ്ധന്മാരായ നന്ദമഹാരാജാനെ പോലുള്ളവരോട് കാര്യങ്ങൾ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു. അതാണ് ആ ഒരു ഒരു ഭക്തന് ആദ്യമായിട്ട് വേണ്ടത് സഹിഷ്ണുതാ മനോഭാവം. അതോടുകൂടി പിന്നെ എപ്പോഴും അന്യരോട് ദയവും കാരുണ്യമുള്ളവരായിരിക്കണം. ജീവേരെ ദ്വയ, അതാണ്. എന്നാൽ മാത്രമേ മറ്റുള്ള ജീവാത്മാക്കളോട് ദയയും കാരുണ്യം കാട്ടണം. പിന്നെന്താ, വൈഷ്ണവ ആചാരങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ഒരു നിജ രീതിയിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലായിരിക്കണം. അങ്ങനെയായിരുന്നു നന്ദമഹാരാജാവിനുള്ളവരോടുള്ള അങ്ങനെയുള്ളവരോട് നിജ ഈ അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. കൃഷ്ണൻ പിതാവിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട പിതാവേ, എന്താണ് ഇവിടെ ഒരു യാഗത്തിനുള്ള ഒരുക്കങ്ങൾ കാണുന്നത്? ഇത്തരം യാഗങ്ങൾ കൊണ്ട് എന്താണ് ഫലം? ആരെ ഉദ്ദേശിച്ചാണ് ഈ യാഗം? എങ്ങനെയാണ് നടത്തുക? ദയവായി പറഞ്ഞു തരുമോ എന്ന് നന്ദമഹാരാജാവിനോട് ചോദിച്ചു. ഇതിന്റെ മറുപടി ക്രമങ്ങൾ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതിനാൽ എന്തിനാണ് ഈ യാഗം എന്ന് ദയവായി പറഞ്ഞു തരുമോ? ഈ വക അന്വേഷണങ്ങൾ കേട്ട് നന്ദമഹാരാജാവ് മൗനിയായി. യാഗകർമ്മത്തിന്റെ നൂലാമാലകളൊന്നും ഈ കൊച്ചുകുട്ടിക്ക് മനസ്സിലാകില്ലെന്ന് നന്ദൻ കരുതി. ഭഗവാനെ ആ ചെറിയ കുട്ടിയായപ്പോൾ 7 വയസ്സുള്ളപ്പോഴാണ് ഈ ഗോവർദ്ധന പർവ്വതം ചെറുവിരലെടുത്ത് ഉയർത്തിയത്. അപ്പൊ ആ നന്ദമഹാരാജാവ് കരുതി ഇതൊന്നും ഈ കൊച്ചു ഉൾക്കിട്ടൊന്നും മനസ്സിലാവില്ല. കൃഷ്ണന് ഭഗവാൻ ഇതെല്ലാം അറിയാം. പക്ഷേ കൃഷ്ണൻ നിർബന്ധം തുടർന്നു ഇത് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട്. പ്രിയപ്പെട്ട പിതാവേ, വിശാല മനസ്കരെ പുണ്യാത്മാക്കൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല. ശത്രു, മിത്രം, ഉദാസീനൻ എന്നീ ഭേദങ്ങളും അവർക്കില്ല. അത്രയൊന്നും വിശാല മനസ്കരല്ലെങ്കിൽ പോലും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഒരു രഹസ്യവും പാടില്ല. അതിനാൽ എന്നിൽ നിന്ന് ഒരു രഹസ്യവും അങ്ങ് ഒളിച്ചു വയ്ക്കാൻ പാടില്ല. എല്ലാവരും ഫലേച്ഛയോടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ കർമ്മങ്ങളെന്ന് ചിലർക്കറിയാം. അതിൻ്റെ ഫലത്തെക്കുറിച്ചും അവർക്കറിയാം. ലക്ഷ്യമോ അനന്തരഫലമോ എന്താണെന്നറിയാതെ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുമുണ്ട്. പൂർണ്ണമായും അറിവോടെ കൂടി കർമ്മം ചെയ്യുന്നവന് പൂർണ്ണഫലം ലഭ്യമാകുന്നു. ഒന്നും അറിയാത്ത കർമ്മം ചെയ്യുന്നവന് പൂർണ്ണഫലം കിട്ടുകയില്ല. അതിനാൽ അങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്ന യാഗത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയൂ. ഇത് അനുശാസനം അനുസരിച്ചുള്ളതാണോ, അതോ കേവലം ജനസമ്മതമായ ഒരു ചടങ്ങ് മാത്രമോ? ഈ യാഗത്തിന്റെ വിശദാംശങ്ങൾ പറയാനായിട്ട് നന്ദമഹാരാജാവിനോട് പറയുകയാണ്. അപ്പൊ കൃഷ്ണൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി നന്ദമഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു. എന്താണ്? പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഒരു ചടങ്ങാണിത്. സർവ്വലോകാധിപതിയായ ഇന്ദ്രന്റെ കാരുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നതും മേഘങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ്. അനുപേക്ഷണീയമായ നമ്മുടെ ജീവിതത്തിന് ജലവും മഴയും എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ആ മഴയെ നിയന്ത്രിക്കുന്ന ഇന്ദ്രനോട് നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു യാഗം ആണ് ഇതവിടെ ചെയ്യാൻ പോകുന്നത്. നന്ദമഹാരാജ കൃഷ്ണനോട് പറയുകയാണ്. കൃഷി വിജയകരമാക്കുന്നതിനും ആവശ്യം വേണ്ട മഴ പെയ്ക്കുന്നത് അദ്ദേഹമാണല്ലോ. ജലം വളരെ പ്രാധാന്യമാണ്. അതില്ലാതെ കൃഷി ചെയ്യാൻ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനൊന്നും പറ്റുകയില്ല. മഴയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ധർമാനുഷ്ഠാനങ്ങൾക്ക് സാമ്പത്തിക വികസനത്തിനും അത്യന്തികമായ മുക്തിക്കും ജലം കൂടിയേ തീരൂ. അതിനാൽ പാരമ്പര്യമായുള്ള ഈ അനുഷ്ഠാനം നാം ഉപേക്ഷിക്കാൻ പാടില്ല. കാമലോഭ ദയാദികൾക്ക് വശമ്മതരായി അത് ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ട് പിതാവിൻ്റെയും വൃന്ദാവനത്തിലെയും ഗോപന്മാരുടെ സാന്നിധ്യത്തിൽ സ്വർഗാധിപതിയായ ഇന്ദ്രനെ കോപക്രാന്തനാക്കുമാറ് പരമ്പൊരുളായ കൃഷ്ണൻ സംസാരിച്ചു. ഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് ഭഗവാന്റെ മറുപടി ആണ് പറയണത്. യാഗം വേണ്ടെന്ന് വയ്ക്കണമെന്നാണ് കൃഷ്ണന്റെ നിർദ്ദേശം. ഈ യാഗം ഇങ്ങനെയുള്ള ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനുള്ള യാഗം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ. 2 കാരണങ്ങളാണ് കൃഷ്ണൻ യാഗം നിരുത്സാഹപ്പെടുത്താൻ എടുത്തത്. ഒന്നാമത്തെ കാര്യം, ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ദേവന്മാരെ പൂജിക്കേണ്ടതില്ല. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ദേവപൂജ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം താൽക്കാലികങ്ങളാണ്. അപ്പോൾ ദേവന്മാരെ പ്രീതിപ്പെടുത്തുകൊണ്ട്
നമുക്ക് ക്ഷിപ്രപ്രസാദ്, അതായത് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് നടത്താനും കൂടുതൽ കൂടുതൽ ബന്ധനസ്ഥനാകാനുമുള്ള വഴിയാണ് നമുക്ക് ദേവന്മാരെ പൂജിച്ചാൽ കൊണ്ട് കിട്ടുന്നത്. പക്ഷെ ഭഗവാൻ പൂജിച്ച മുക്തിദായകനായ ഭഗവാനെ, ആ മൂന്തനെ പൂജിച്ചു കഴിഞ്ഞാൽ, മൂന്തന്റെ സേവ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ ഒരു സേവകരായി മാറാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവന്മാരെ പൂജിക്കേണ്ട കാര്യമില്ല. ദേവപൂജ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം താൽക്കാലികങ്ങളാണ്. അതാണ്. അല്പബുദ്ധികൾ മാത്രമേ നശ്വരമായ നേട്ടങ്ങളിൽ താല്പര്യം കാണിക്കുകയുള്ളൂ. രണ്ടാമതായി, ദേവപൂജയിൽ നിന്ന് കിട്ടുന്ന താൽക്കാലിക ലാഭം വാസ്തവത്തിൽ പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദത്തോടെ മാത്രം ദേവന്മാർ തരുന്നതാണ്. മയ അധ്യേഷണ പ്രകൃതി എന്നാൽ ഭഗവാന്റെ സന്നിധിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ അനുവാദത്തോടെയാണ് ദേവന്മാർ നമുക്ക് ഇതൊക്കെ നൽകുന്നത്. അതാണ് മയ്യേവ വിഹിതാൻ ഹി താൻ എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ദേവന്മാരിൽ നിന്ന് കിട്ടുമെന്ന് കരുതപ്പെടുന്ന നേട്ടങ്ങൾ മുഴുവനും പരമ്പൊരുളായ ഭഗവാൻ ദാനം ചെയ്തതാണ്. അതാണ് ഭഗവാൻ കൊടുത്ത സാധനങ്ങളാണ് നമുക്ക് മറ്റുള്ള ദേവന്മാർ തരുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ മറ്റുള്ള ദേവീദേവന്മാരെ പൂജിച്ചാലും ഭഗവാൻ ഇതെല്ലാം അവിടെ കൊടുക്കും. അതാ ഭഗവാൻ തിരിച്ചറിയും. യസ്മിൻ ദുഷ്ടേ ജഗത് തുഷ്ടേ. ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തൃപ്തിയായി എന്നാ പറയുന്നത്. പരമ്പൊരുളായ ഭഗവാൻ ദാനം ചെയ്തതാണ് ഈ കാര്യങ്ങളെല്ലാം. പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദമില്ലാതെ ആർക്കും മറ്റൊരാളിനും ദാനം ചെയ്യാൻ ആവില്ല. ഭഗവാന്റെ അറിവോടുകൂടി മാത്രമേ ഇതെല്ലാം ദേവന്മാർക്കും നമുക്ക് ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ദേവന്മാർ പലപ്പോഴും ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിൽപ്പെട്ട് അഹങ്കാരികളാകാറുണ്ട്. തങ്ങൾ എല്ലാറ്റിനും ഉപരിയാണെന്നും കരുതി അവർ പരമ്പൊരുളായ ഭഗവാന്റെ അതീശ്വത്വം മറക്കാൻ ശ്രമിക്കുന്നു. ഈ കാര്യത്തിൽ ഇന്ദ്രനെ പ്രകോപിപ്പിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചതായി ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഗോവർദ്ധന അല്ലെങ്കിൽ ഗോവർദ്ധന പൂജ എന്നുള്ള അതിലൂടെ ഭഗവാന്റെ ഈ ഇന്ദ്രന്റെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അഹങ്കാരികളാകാറുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാറ്റിനും ഉപരി എന്ന് കരുതി അവർ പരമ്പൊരുളായ ഭഗവാന്റെ അതീശ്വത്വം മറക്കാൻ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിൽ ഇന്ദ്രനെ പ്രകോപിപ്പിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചതായി ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഭക്ത സംരക്ഷണത്തിനും അസുര നിഗ്രഹത്തിനും വേണ്ടിയാണ് കൃഷ്ണന്റെ ആഗമനം. ഇന്ദ്രൻ തീർച്ചയായും ഭക്തനായിരുന്നു, അസുരനായിരുന്നില്ല. എന്നാൽ ഗർവിഷ്ഠനായതിനാൽ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. അതാണ് ഇങ്ങനെയുള്ള കാരണം. നമ്മൾ ഭക്തിയുത സേവനത്തിലും വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഭക്തിയെല്ലാം ചെയ്യുന്നുണ്ട്, നാമം ചെയ്യിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഭൗതിക ആസക്തികളോട് അടുപ്പം തോന്നിക്കുകയും അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എന്നാൽ ഒരു റൗണ്ട് നാമം ജപിച്ചാൽ മതി, ആ തെറ്റുകളൊക്കെ പാപികളൊക്കെ പാപം ഇല്ലാണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം വേണ്ട. നമ്മൾ തെറ്റുകുറ്റങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതും, അതുകൂടാതെ അതിൽ നിന്ന് അതുകൊണ്ട് പാപപ്രതികരണമൊന്നും ഇല്ലാതാകുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മുടെ അപരാധങ്ങളിൽ പറയുന്നുണ്ട്. 10 അപരാധങ്ങൾ നമ്മൾ അപരാധങ്ങളില്ലാതെ നാമാപരാധങ്ങളിൽ പറയുന്നുണ്ട്. കാരണം കൃഷ്ണാവബോധത്തോട് ജീവിക്കുമ്പോൾ നമ്മൾ പല തെറ്റുകളും, എന്നാൽ കൂടുതൽ ജപിച്ചുകൊണ്ട് പിന്നെയും ഭൗതിക ആസക്തി പുലർത്തുകയാണെങ്കിൽ നമുക്ക് അത് അല്ലെങ്കിൽ മറ്റുള്ള അഹങ്കാരം ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചുള്ള അപരാധമായിട്ട് ഭഗവാൻ കരുതും. അതിന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അടി മുട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് പറയണത്. അപ്പം അതുകൊണ്ടാണ് പറയണത് നമ്മൾ നാമാപരാധം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വൈഷ്ണവന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം. അപ്പോൾ ഈ ലക്ഷ്യം മനസ്സിൽ എന്താണ്, ധർമാനുഷ്ഠാനങ്ങൾ ദേവന്മാരിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന്, നേട്ടങ്ങൾ മുഴുവൻ പരമ്പൊരുളായ ഭഗവാനാണ് ദാനം ചെയ്തതൊക്കെ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെയുള്ള ഇന്ദ്രൻ തീർച്ചയായിട്ടും ഭക്തനായിരുന്നു, അസുരനായിരുന്നില്ല. എന്നാൽ ഗർവിഷ്ഠനായതിനാൽ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചു. വൃന്ദാവനത്തിലെ ഗോപന്മാരൊരുക്കിയ ഇന്ദ്രപൂജ മടക്കി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു കൃഷ്ണന്റെ ഉദ്ദേശം. ഭഗവാന്റെ ഉദ്ദേശം തന്നെ ഇന്ദ്രപൂജ മുടക്കിയിട്ട്
ഈ ഇവരെ ഗോപന്മാരൊക്കെ ഒരുക്കി വെച്ച ഇന്ദ്രപൂജ അവരെ കൊണ്ട് മുടക്കിപ്പിക്കണം. എന്താണ് ശരിയായിട്ടുള്ള ബോധം അവരിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതിലൂടെ അതുകൊണ്ട് ഇന്ദ്രപൂജ മുടക്കി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ ഇന്ദ്രൻ വളരെ ദേഷ്യപ്പെടുകയും അത് കണ്ട് അതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മമീമാംസാ ദർശനത്തെ പിൻവാങ്ങുന്ന നാസ്തികനെ പോലെ കൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും ഒരു നാസ്തികനെ പോലെ ഈ ഭഗവാന്റെ ഈ ഇന്ദ്രന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. ഇത്തരം തത്വശാസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്നവർ പരമ്പരകളായ ഭഗവാന്റെ അതീശത്വം അംഗീകരിക്കുന്നില്ല. ശരിക്കും പണിയെടുത്താൽ ഫലം സിദ്ധിച്ചേ പറ്റൂ എന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി. ഫലാനുരൂപമായ കർമ്മങ്ങൾക്ക് ഉചിതമായ ഫലം നൽകുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തെ പൂജിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് അവരുടെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നെങ്കിൽ നല്ല ഫലം നൽകാൻ ദൈവത്തിന് കഴിയില്ല. ദേവനെയോ ദൈവത്തെയോ ആരാധിക്കുന്നതിന് പകരം സ്വന്തം ധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടതെന്ന് അവർ പറയുന്നു. അതിന് ഫലം സിദ്ധിച്ചേ തീരൂ. കർമ്മമീമാംസ ദർശനത്തിന്റെ ഈ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണൻ സംസാരിക്കുന്നത്. അപ്പൊ കർമ്മമീമാംസ എന്നുള്ള തത്വം ഭഗവാൻ പോലും കർമ്മമീമാംസ തത്വത്തെ ദർശനത്തിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുന്നത്. എന്താണ് നമ്മൾ ശരിയായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ പരമ്പൊരുളായ കൃഷ്ണനാണ് ആരാധ്യോ ആരാധ്യോ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആരാധിക്കേണ്ടത് എന്നാ പറഞ്ഞത്. കൃഷ്ണൻ പിതാവിനോട് പ്രിയപ്പെട്ട പിതാവെ, കാർഷിക പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ അങ്ങ് ഒരു ദേവനെയും ആരാധിക്കേണ്ടതില്ല. ഗതകാല കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിതം വർത്തമാനകാലത്തിന്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം നാം എല്ലാം ഇവിടെ വിട്ടുപോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങൾക്ക് അനുസൃതമായി ഓരോരുത്തരും വിഭിന്ന ജീവവർഗത്തിന് ജന്മമെടുക്കുന്നു. ഈ ജന്മത്തിൽ കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ചാണ് അവിടുത്തെ ജന്മം. ഭൗതികമായ സുഖദുഃഖങ്ങൾ, വിവിധ വിധാനങ്ങളിൽ ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലമായ അവസ്ഥാന്തരങ്ങൾ എന്നിവയ്ക്കെല്ലാം കാരണം. അതായത് നമ്മുടെ പൂർവ്വജന്മ ഹൃദയഭാവം, പൂർവ്വജന്മത്തിൽ നമ്മൾ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുന്ന മാറ്റങ്ങളും എന്തെല്ലാം കർമ്മങ്ങളുടെ അതിൻ്റെ ഫലമാണ് നമുക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്നതും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പം അതുകൊണ്ട് എപ്പോഴും ആ കർമ്മങ്ങൾക്ക് നമുക്ക് തികച്ചും ശുദ്ധി വരുത്തണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെ, പഴയും പുതിയതുമായിട്ടുള്ള കർമ്മങ്ങളെ കൂടുതൽ അതിന് ആ കർമ്മഫലത്തെ ദൂരീകരിക്കാനുള്ള ഒരേ ഒരു ഉപായം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കൃഷ്ണാനുഭവത്തോടുകൂടി ഭക്തി സാധന ചെയ്ത് ഭഗവാന്റെ നാമസങ്കീർത്തനം, ഭജനക്രിയ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും അപരാധങ്ങളില്ലാതെ നാമം ജപിക്കുകയും ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് നമുക്ക് ഈ പാപപുണ്യ കർമ്മങ്ങളെല്ലാം നമുക്ക് ദൂരീകരിക്കാൻ പറ്റും എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അത് തന്നെയാണ് ഇതിനകത്ത് ഇപ്പൊ ഭഗവാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം നാം എല്ലാം ഇവിടെ വിട്ടുപോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങൾക്ക് അനുസൃതമായി, അതാണ് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾക്ക് അനുസരിച്ചാണ് നമുക്ക് ഒരു ജന്മം കിട്ടുന്നത് തന്നെ. അപ്പൊ ആ അടുത്ത ജന്മം നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ഏതൊക്കെയാണോ അതനുസരിച്ചിട്ടുള്ള നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്ന മനസ്സോ വാച കർമ്മണ, നമ്മുടെ മനസ്സ്, ചിന്ത, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം, ഇതെല്ലാം നമുക്ക് ഓരോ കർമ്മബന്ധനങ്ങൾ കൂടുതൽ ഉണ്ടാക്കും. പിന്നെന്താ, നമ്മുടെ സേവനങ്ങൾ എന്തെല്ലാമാണോ നമ്മൾ മനസ്സും വാക്കും പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന കർമ്മഫലങ്ങളെല്ലാം, അതായത് നമ്മുടെ സേവനത്തിന്റെ ഒരിതായിട്ടുള്ള യമരാജാവിന്റെ സെക്രട്ടറി എന്ന് വിളിക്കുന്ന ചിത്രഗുപ്തൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സർവീസ് ബുക്ക് പോലെ അത് ഉണ്ട്. ആ സർവീസ് ബുക്കിൽ എന്തെല്ലാം ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത ജന്മം കിട്ടുന്നത്. അതാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൂരീകരിക്കപ്പെടും. പക്ഷേ ഭഗവാൻ അതിനൊരു ഉപായം, അതിനും ഒരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നു, നേഹാവിക്രമനാശ്വസ്തി പ്രത്യുപായന സ്വൽപ്യതേ സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. മഹാഭയങ്ങളിൽ നിന്നും
രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി എന്താ? ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ച് എല്ലാം എല്ലാം ഭഗവാന്റെ കൂടുതൽ ഭഗവാന്റെ തിരുനാമം അപരാധങ്ങളില്ലാതെ ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇതിൽ നിന്നെല്ലാം ചെറിയ ഭഗവാന്റെ കൃപ കൊണ്ട് ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വിടുതൽ കിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രാപ്തി മോക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമ്മൾ തെറ്റുകുറ്റങ്ങൾ അപരാധങ്ങളില്ലാതെ ജപിക്കുക തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ്? നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കൊല്ലുകയോ ഉപദ്രവിക്കുകയോ മാത്രമല്ല, മനസ്സാ വാചാ കർമ്മണം, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും ഒരാളെ ഒരു കാര്യത്തിനും ദ്രോഹിക്കുകയോ പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്. അതെല്ലാം നല്ല കർമ്മഫലത്തിന് ആകും എന്നാണ് പറഞ്ഞത്. അപ്പം അതനുസരിച്ചുള്ള നമുക്ക് ആ ഭഗവാൻ ഈ ഗോവർദ്ധന പൂജ കൊണ്ട് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കഥകളിലൂടെ ഭഗവാൻ നമ്മളിലേക്ക് ആ തത്വം നമ്മളെ ഉപദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ ജീവിതത്തിലും ഇങ്ങനത്തെ അഹങ്കാരമില്ലാതെ ചിലരൊക്കെ പല നമ്മൾ കാണാറുണ്ട്, ഇന്ദ്രനെ പോലെ അഹങ്കരിച്ച്, അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശി, ഞാനാണ് ഇതിനെല്ലാം, ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം നിങ്ങൾ, എൻ്റെ ഇതിലുള്ളതാണ്, നിങ്ങൾ കൃഷ്ണനെ ഒന്നും അനുസരിക്കേണ്ട, പുരുഷോത്തമനായ ഇതിൻ്റെ എല്ലാം ഓണർഷിപ്പ് ആരാണ്? ഭഗവാനാണ്. ആ ഭഗവാനല്ല, ഞാനാണ് ഇതിൻ്റെ എല്ലാ അവകാശി, ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ള അഹങ്കാരത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം, അതിനെ ഭഗവാൻ ഒരു തിരിച്ചടി കൊടുത്താണ് ഇങ്ങനെയുള്ള ഗോവർദ്ധന പൂജ ചെയ്തിട്ട് ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്ത ഒരു പ്രവർത്തനമാണ്. അതിന് ഉദാഹരണത്തിൽ അപ്പോൾ ഒന്നാം തരം വിഷക്കുരൻ്റെ ഒരു അതായത് വിഷക്കുരൻ ഡോക്ടർ ഒന്നാം തരം ചികിത്സ ഉണ്ടായിട്ട് രോഗി മരിച്ചു പോകുന്നതായി നാം കാണാറുണ്ട്. അതിനാൽ നല്ല വിഷക്കുരൻ്റെ നല്ല ചികിത്സ കൊണ്ട് മാത്രം രോഗം ഭേദമാകുന്നില്ലെന്ന് തീർച്ചയാണ്. പരമ്പരകളായ ഭഗവാന്റെ കരുണ കൂടി വേണമെന്നാണ് ഈ കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പം എല്ലാ കാര്യത്തിലും ഭഗവാന്റെ തീരുമാനമാണ് അന്തിമ തീരുമാനം. നമ്മൾ മറ്റുള്ള സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്താലും നമ്മൾ നാളെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ചെയ്തു കൊള്ളാം, നാളെ വൈകുന്നേരം ഇന്ന എടുത്ത് പോയിക്കൊള്ളാം എന്നുള്ള ഉറപ്പൊന്നുമില്ല. നമ്മൾ അഹങ്കാരത്തോടെ ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്, എനിക്കിതെല്ലാം അറിയാം എന്നുള്ള അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം ചിലപ്പം നമ്മൾ ഏത് രീതിയിലായിരിക്കും എന്ന് ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. ഭഗവാന് നമ്മുടെ ഭാവി ഭൂത വർത്തമാനം എല്ലാം ഭഗവാൻ അറിയാം. പക്ഷെ നമുക്ക് ഇന്നലെ ഈ സമയത്ത് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുകയില്ല. അതാണ്, നമ്മൾ പൂർണ്ണരല്ല, ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം പൂർണ്ണതായിട്ടുള്ള ആ ഭഗവാൻ മാത്രമാണ്. അപ്പം ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ഇതിനെല്ലാം വേണ്ടത് എന്താ? അടിസ്ഥാനപരമായ ശരിയായിട്ടുള്ള കൃഷ്ണാവബോധം നമ്മളിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമേ നമുക്കിതെല്ലാം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയും ഞാനാണ് ഇതിൻ്റെ എല്ലാം കാര്യം ചെയ്യുന്നത്, എൻ്റേത്, ഞാൻ എന്നുള്ള അഹം മനസ്സിലുണ്ടാകുകയും അങ്ങനെ എത്ര പരിശ്രമിച്ചിട്ടും ആ ഭഗവാന്റെ കൃപയില്ലാതെ നമുക്കിതൊന്നും നടക്കുകയില്ല. അതായത് പരമ്പൊരുളായ ഭഗവാന്റെ കരുണ കൂടി വേണമെന്നാണ് ഓരോ കാര്യത്തിലും സംശയമേ ഇല്ല. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ സുഖത്തിന് ആധാരം മാതാപിതാക്കളുടെ സംരക്ഷണം മാത്രമല്ല, മാതാപിതാക്കളുടെ എല്ലാവിധ സംരക്ഷണം ഉണ്ടായിട്ടും കുട്ടിയുടെ അവസ്ഥ മോശമാകുകയും ക്രമേണ മരണപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതിനാൽ ഫലസിദ്ധി ഭൗതിക കാരണങ്ങൾ മാത്രം പോരാ, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ട്, നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഭഗവാനെ സേവിക്കുന്നത്, ഭഗവാന്റെ നാമം ജപിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമാണ് ഈ പറയുന്നത്. അതായത് ഫലസിദ്ധിക്ക് ഭൗതിക കാരണങ്ങൾ മാത്രം പോരാ, പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദവും കൂടി വേണം. ഭഗവാന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം നടക്കുകയുള്ളൂ. അതുകൊണ്ട് മഴയുടെ അധിഷ്ഠാന ദേവതയായ ദേവേന്ദ്രനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ കാർഷിക വൃത്തിയിൽ നല്ല ഫലങ്ങൾ സംജാതമാവുകയുള്ളൂ എന്ന് നന്ദ മഹാരാജ് വാദിച്ചു. നിർദ്ദിഷ്ട ധർമ്മങ്ങൾ പുലർത്തിയ അവർക്ക് മാത്രമേ ദേവന്മാർ തത്ഫലങ്ങൾ നൽകുകയുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി. അതായത് ശരിയായിട്ടുള്ള നിർദ്ദിഷ്ട ധർമ്മങ്ങൾ പുലർത്തിയവർക്ക് മാത്രമേ, അത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, നിർദ്ദിഷ്ട ധർമ്മങ്ങൾ പുലർത്തിയവർക്ക് മാത്രമേ ദേവന്മാർ പോലും സത്ഫലങ്ങൾ നൽകുകയുള്ളൂ. നമ്മൾ ദേവന്മാരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു അത് വേണം ഇത് വേണം എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ശരിയായിട്ടുള്ള ധർമ്മമല്ല, ശരിയായിട്ടുള്ള നമുക്ക് സദ്ഫലം മാത്രം കിട്ടണം. നമ്മളെല്ലാ കുറ്റവും ചെയ്തിട്ട് നമ്മൾ ദേവന്മാരുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ എന്താ പറയുക, നിർദ്ദിഷ്ട ധർമ്മങ്ങൾ പുലർത്തിയെങ്കിൽ മാത്രമേ ദേവന്മാർ ഇതിനുള്ള അനുവാദം തരികയുള്ളൂ എന്നും പറയുന്നുണ്ട്.
ഭഗവാൻ ഈ വാദത്തെ ഖണ്ഡിച്ചു. നിശ്ചിത ജോലികൾ വഴിയാവണ്ണം നിർവഹിക്കാത്തവർക്ക് ഒരു നന്മയും ചെയ്തു കൊടുക്കാൻ ദേവന്മാർക്ക് കഴിവില്ല. അതിനാൽ ദേവന്മാർ കർത്തവ്യ നിർവഹണത്തെ ആശ്രയിക്കുന്നവരാണ്. അല്ലാതെ ആർക്കെങ്കിലും നന്മ ചെയ്യുന്നതിനാൽ അവർ നിരുപാധികരല്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദേവന്മാർ അനുഗ്രഹവും അനുവാദവും ഒന്നും കൊടുക്കുകയില്ല. ശരിയായിട്ട് ആരാണോ ശരിയായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തെ പറ്റി ആ ഒരു ശരിയായിട്ടുള്ള ധർമ്മപരതയോടുകൂടി ചെയ്യുന്നത്, നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഭഗവാൻ ദേവന്മാരോട് അപേക്ഷിച്ചാലും കിട്ടും. പക്ഷേ കൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ഇന്ദ്രൻ എന്ന ദേവനെ പൂജിക്കേണ്ട കാര്യമില്ല. സ്വന്തം പ്രയത്നത്തിന്റെ ഫലം എല്ലാവർക്കും കിട്ടിയേ തീരൂ. ഭഗവാൻ പറയുകയാണ്, ജോലിയുടെ സ്വാഭാവിക പ്രവണതയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് സ്വന്തമായിട്ട് പ്രയത്നത്തിന്റെ ഫലം തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടിയേ തീരൂ. ജോലിയുടെ സ്വാഭാവിക പ്രവണതയാണിത്. ആ സ്വാഭാവിക പ്രവണതയ്ക്ക് അനുസൃതമായി ജീവാത്മാക്കളെല്ലാം മനുഷ്യരോ ദേവന്മാരോ ആരായാലും അതിൻ്റെ ഫലവും കൈവരും. ജോലിയുടെ വൈവിധ്യാനുസരണമായി എല്ലാ ജീവാത്മാക്കളും ഉത്തമമോ അധമമോ ആയ ശരീരം നേടുകയും ശത്രു മിത്ര ദാസ്യന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കടമകൾ നിർവഹിക്കുന്നത് ജന്മവാസനയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. അല്ലാതെ ദേവാർച്ചനയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയല്ല വേണ്ടത്. ശരിയാവണ്ണം ചുമതല നിർവഹിച്ചാൽ ദേവന്മാർ സന്തുഷ്ടരാകും. ഈ ധർമ്മമെല്ലാം ശരിയായ വിധമാണ് നമ്മൾ നിർവഹിച്ചാൽ ദേവന്മാർ പോലും സന്തുഷ്ടരാകും. അതിനാൽ അവരെ ആരാധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ചുമതല നിർവഹിക്കാം. സത്യത്തിൽ ചുമതല നിർവഹിക്കാതെ ആർക്കും സന്തോഷമുണ്ടാകില്ല. ബ്രാഹ്മണധർമ്മം വേദപഠനമാണ്. ക്ഷത്രിയരുടേതോ പൗരസംരക്ഷണവും വൈശ്യതൻ്റേത് ഗോസംരക്ഷണവും കച്ചവടവും ശൂദ്രന്റെ ധർമ്മം ഉയർന്ന വർഗത്തിലുള്ളവരെ പരിചരിക്കലുമാണ് ശൂദ്രൻ ചെയ്യേണ്ടത്. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവരുടെ ശുശ്രൂഷ. നമ്മൾ വൈശ്യരാണ്. നമ്മുടെ ജോലി കൃഷി, കാർഷികോൽപ്പന്നങ്ങൾ വിപണനം, ഗോരക്ഷണം, സമ്പദ് വിനിമയം, ഇതൊക്കെയാണ് വൈശ്യരുടെ ധർമ്മം എന്ന് പറയുന്നത്. നന്ദമഹാരാജാവിന് ധാരാളം പശുക്കളുണ്ടായിരുന്നു. കൃഷ്ണൻ അവയെ എത്രയോ ദശലക്ഷം 9 ലക്ഷം പശുക്കളുണ്ടായിരുന്നു നന്ദമഹാരാജാവിന്. അതുകൊണ്ടാണ് തന്നെ വൈശ്യനായ കൃഷ്ണൻ കണക്കാക്കിയത്. വൈശ്യന് വിധിച്ചിരിക്കുന്ന 4 മേഖലകൾ പറയുകയാണ്. എന്താണ്? കൃഷി, കച്ചവടം, ഗോസംരക്ഷണം, സമ്പദ് വിനിമയം, ഇതെല്ലാം വൈശ്യർക്ക് ഉള്ള വൈശ്യരുടെ സേവനമാണ്. ഇവയിൽ ഏത് വേണമെങ്കിലും വൈശ്യർക്ക് സ്വീകരിക്കാം. വൃന്ദാവനവാസികൾ പ്രധാനമായും ഗോസംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൃഷ്ണൻ തൻ്റെ വിശദീകരണം തുടർന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് ഏതൊക്കെയാണ് പ്രകൃതി പ്രകൃതികൾ? സത്വം, രജസ്, തമസ്, ഇങ്ങനെയുള്ള ഇതിനെല്ലാം വിധേയമായിട്ടാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷം നീങ്ങുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം ഈ ത്രിഗുണങ്ങളാണ്. അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ രജോഗുണമെന്ന മേഘങ്ങളുടെ സൃഷ്ടിക്ക് നിദാനം. അപ്പോൾ രജോഗുണം ആണ് മഴ പെയ്യാൻ കാരണമായി ഭവിക്കുന്നത്. മഴയ്ക്ക് ശേഷം കൃഷിയുടെ നേട്ടം ജീവാത്മാക്കൾ ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ ഇന്ദ്രൻ എന്താണ് പങ്ക് എന്നാണ് ചോദിക്കുന്നത്. ഇന്ദ്രൻ പ്രീതിപ്പെടുത്തിയാൽ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദ്രനെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇന്ദ്രനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ദ്രനിൽ നിന്ന് വിശേഷ വിധിയായി ഒരു നേട്ടവും നമുക്കുണ്ടാവുന്നില്ല. ഇന്ദ്രൻ എന്നൊരാൾ ഉണ്ടെങ്കിൽ തന്നെ അയാൾ വെള്ളം തീരെ ആവശ്യമില്ലാതെ സമുദ്രത്തിലും മഴ പൊഴിക്കുന്നുണ്ട്. അതിന് നാം അയാളെ ആരാധിക്കുന്നതായ ഒരു ബന്ധവുമില്ല. മറ്റൊരു ഗ്രാമത്തിലോ നഗരത്തിലോ പോകേണ്ട ആവശ്യം നമുക്കില്ല. നഗരത്തിൽ കൊട്ടാര സദൃശമായ സൗധങ്ങളുണ്ട്. എന്നാൽ നാം ഈ വൃന്ദാവനം കൊണ്ട് സംതൃപ്തരാണ്. ഗോവർദ്ധനഗിരിയോടും വൃന്ദാവനത്തോടും മാത്രമാണ് നമുക്ക് ബന്ധമുള്ളത്. കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ലതാനും. അതിനാൽ സ്ഥലത്തെ ബ്രാഹ്മണരെയും ഗോവർദ്ധന പർവ്വതത്തെയും സംതൃപ്തമാക്കാനുള്ള ഒരു യാഗം നടത്തണമെന്നാണ് പിതാവിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതാണ് നന്ദമഹാരാജാവിനോട് ഭഗവാൻ പറയുകയാണ്.
ഇന്ദ്രനുമായി നമുക്കൊരു ഇടപാടുമില്ല എന്നാണ് പറയുന്നത്. ഇത് കേട്ട് നന്ദമഹാരാജ് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടി, നീ ആവശ്യപ്പെട്ടതുപോലെ സ്ഥലത്തെ ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും വേണ്ടി ഞാൻ മറ്റൊരു യാഗം നടത്താം. തത്കാലം ഞാൻ ഇന്ദ്രയജ്ഞം എന്ന ഈ യാഗം നടത്തട്ടെ. എന്നാൽ കൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, ആ യാഗം ഒട്ടും വൈകാൻ പാടില്ല. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ യാഗം ഒട്ടും വൈകാൻ പാടില്ല. ഗോവർദ്ധന പർവ്വതത്തിലും സ്ഥലത്തെ ബ്രാഹ്മണർക്കും വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന യാഗം നടത്താൻ വളരെ സമയമെടുക്കും. അതിനാൽ ഇപ്പോൾ ഇന്ദ്രയജ്ഞത്തിനായി ഒരുക്കിയിരിക്കുന്ന ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഗോവർദ്ധന പർവ്വതത്തിനും ബ്രാഹ്മണർക്കും വേണ്ടിയുള്ള യാഗം നടത്തുന്നതാണ് നല്ലതെന്ന് ഭഗവാൻ നന്ദമഹാരാജാവിനോട് പറയുകയാണ്. ഭഗവാന്റെ ഐഡിയ ആണ് സൂപ്പർ ഏറ്റവും സുപ്രീമായിട്ടുള്ള ആ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ നന്ദമഹാരാജ് ആദ്യം പറഞ്ഞ എങ്ങനെ, ഈ ആവശ്യപ്പെട്ട പോലെ സ്ഥലത്തെ ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും വേണ്ടി ഞാൻ മറ്റൊരു യാഗം നടത്താം എന്ന് ഭഗവാനോട് പറയുകയാണ്. പക്ഷെ തൽക്കാലം ഈ ഇന്ദ്രയജ്ഞം എന്ന യാഗം ഞാൻ നടത്തട്ടെ. എന്നാൽ അപ്പോഴാണ് കൃഷ്ണൻ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഈ യാഗം കൊണ്ട് അതായത് മറ്റൊരു യാഗം ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്ന ബ്രാഹ്മണർക്ക് ഞങ്ങൾ ചെയ്യുന്ന യാഗം ഒട്ടും വൈകാൻ പാടില്ല. ഗോവർദ്ധന പർവ്വതത്തിന് സ്ഥലത്തിനും ബ്രാഹ്മണർക്കും വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ യാഗം നടത്താൻ വളരെ സമയമെടുക്കും എന്നാ പറഞ്ഞത്. അതിനാൽ ഇപ്പോൾ ഇന്ദ്രയജ്ഞത്തിനായി ഒരുക്കിയിരിക്കുന്ന ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഗോവർദ്ധന പർവ്വതത്തിനും ബ്രാഹ്മണർക്കും വേണ്ടിയുള്ള യാഗം നടത്താനാണ് ഭഗവാൻ നന്ദന മഹാരാജാവിനോട് പറഞ്ഞത്. ഒടുവിൽ നന്ദമഹാരാജാവിന്റെ മനസ്സിലിഞ്ഞ് യജ്ഞം ഏത് രീതിയിലാണ് വേണ്ടതെന്ന് ഗോപന്മാർ കൃഷ്ണനോട് അരഞ്ഞു. കൃഷ്ണൻ നിർദ്ദേശപ്രകാരമായിരുന്നു, യജ്ഞത്തിന് സംബന്ധിച്ചിരിക്കുന്ന അരിയും നെയ്യും ഉപയോഗിച്ച് സ്വാദിഷ്ടമായ വിവിധ ഭോജ്യങ്ങൾ തയ്യാറാക്കണം. ചോറ്, പരിപ്പ്, ഹൽവ, പക്കോട, പൂരി, പാൽപ്പായസം, കൊഴുക്കട്ട, സന്ദേശം, രസഗുള, ലഡ്ഡു എന്നിവ നിർബന്ധമായും വേണം. വേദസൂക്തങ്ങൾ ചൊല്ലാനും ഹവിസർപ്പിക്കാനും അറിയാവുന്ന ബ്രാഹ്മണരെ മുഴുവൻ ക്ഷണിക്കണം. ധാരാളം ധാന്യം അവർക്ക് ദാനം ചെയ്യണം. തുടർന്ന് പശുക്കളെ മുഴുവൻ ആഭരണങ്ങൾ അണിയിച്ച് അവയ്ക്ക് മതിവരുവാർ ലക്ഷണം കൊടുക്കണം. അതിനുശേഷം ബ്രാഹ്മണർക്ക് ധനം ദാനം ചെയ്യണം. നായ്ക്കളെ പോലുള്ള അധമജീവികൾക്ക് അസ്പൃശ്യരെന്നും കരുതപ്പെടുന്ന പഞ്ചമന്മാർക്കും അതായത് ചണ്ടാലർക്കും പ്രസാദം വരിക്കേണ്ടതായി കൊടുക്കണം, വാരിക്കോരി കൊടുക്കണം. അപ്പൊ എല്ലാവർക്കും പ്രസാദം കൊടുക്കണം. നായ്ക്കൾക്കും മറ്റുള്ള അധമജീവികൾക്കും അങ്ങനെ പിന്നെന്താ ചണ്ടാലർക്കും പട്ടിയെ തിന്നുന്നവർക്കും എല്ലാവർക്കും. പശുക്കൾക്ക് ധാരാളമായി പുല്ല് നൽകിയ ശേഷം ഒട്ടും വൈകാതെ ഗോവർദ്ധന പൂജ എന്ന ഈ യജ്ഞം ആരംഭിക്കാം. ഭഗവാൻ പറഞ്ഞു, ഇനി നമ്മൾക്ക് ഒട്ടും വൈകണ്ട, യജ്ഞങ്ങൾ ആരംഭിക്കാം. പശുക്കൾക്കെല്ലാം ധാരാളം പുല്ല് കൊടുത്തോളൂ. പശു എന്ന് പറഞ്ഞാൽ ആരാ? ഗോമാത. നമ്മുടെ 7 അമ്മമാരുണ്ട്, അതിൽ ഒരമ്മയാണ് പശു. അതുകൊണ്ടാണ് പശുവിനെ നമ്മളെപ്പോഴും ഗോ സംരക്ഷണം ചെയ്യണം, ഗോ പൂജ ചെയ്യണം. ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഇസ്കോൺ ഗുരുവായൂർ ഗോ പൂജ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് പങ്കെടുക്കാം. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗോ സംരക്ഷണം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഗോ പൂജ, ഗോ സേവ കൊടുക്കുക, പശുക്കളെ വാങ്ങിക്കൊടുക്കുക, എല്ലാം വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം മാറ്റം സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് യജ്ഞം ആരംഭിക്കാം. ഈ പ്രസ്താവനയെല്ലാം വൈശ്യ സമുദായത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭഗവാൻ കൃഷ്ണൻ വിവരിച്ചിട്ടുണ്ട്. മനുഷ്യ സമുദായത്തിലും അതുപോലെ തന്നെ ഗോക്കൾ നന്മയ്ക്കായി ഗോക്കൾ, നായ്ക്കൾ, ആട് തുടങ്ങിയ ജീവിവർഗത്തിൽ ഓരോ വ്യക്തിക്കും അവരവരുടേതായ പങ്കുവഹിക്കാനുണ്ട്. എല്ലാ സമൂഹത്തിന്റെയും മൊത്തം നന്മയ്ക്കായി ഓരോരുത്തരും സഹകരണ മനോഭാവത്തോടെ ജോലി ചെയ്യുകയും വേണം. സമൂഹം എന്ന് പറഞ്ഞാൽ സചേതനങ്ങൾ മാത്രമല്ല, പർവ്വതം, ഭൂമി തുടങ്ങിയ അചേതനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ധാന്യോത്പാദനം നടത്തിയ ഗോക്കളെ പരിപാലിച്ചും ആവശ്യമുള്ളപ്പോൾ ഭക്ഷണ സാധനം വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചും സമ്പദ് വിനിമയം ചെയ്തും സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനാൽ വൈശ്യ സമുദായത്തിന് വിശേഷ ചുമതലയുണ്ട്. വൈശ്യ സമുദായത്തെ പറ്റി പറയുകയാണെങ്കിൽ കൃഷി, ഗോ സംരക്ഷണം ഇതെല്ലാം ചെയ്യുന്ന വൈശ്യരാണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വൈശ്യരുടെ കൃപ കൊണ്ട് മാത്രമാണ്. ആ വൈശ്യ സമുദായത്തിന് വളരെ വിശേഷപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുണ്ട്. യജ്ഞം ചെയ്ത് മഴ പെയ്ച്ച് അതിൽ നിന്ന്
പൂർണ്ണമായിട്ടും കാർഷികോൽപാദനം നടത്തി ജനസംരക്ഷണത്തിലോ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് ആ രാജ്യത്തുള്ള അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത നായ്ക്കളെയും പൂച്ചകളെയും പോലെ അവഗണിക്കാൻ പാടില്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഗോ സംരക്ഷണത്തിലാണ് പട്ടി, പൂച്ച എന്നിവയെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം. ഇതിലെല്ലാം നമുക്കിപ്പം ഏറ്റവും പ്രാധാന്യമേറിയത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പട്ടി, പൂച്ച എന്നിവയെ സംരക്ഷിക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം ഏതാ? ഗോ സംരക്ഷണം. അപ്പൊ എല്ലാ വീടുകളിലും പശുക്കൾ വേണം. അപ്പൊ എല്ലാ വീട്ടിലുള്ള ഇപ്പൊ എന്താ ഉള്ളത് ഈ കലിയുഗത്തിൽ? ഈ എല്ലാ വീട്ടിലും 2 പട്ടി 4 പട്ടി, അതെന്റെ പട്ടി, ടിൻഡോ, പിൻഡോ, സിൻഡോ, പിണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള പല പല പട്ടികളാണ് ഓരോരുത്തരും വളർത്തുന്നത്, പല പല പേരുകളിൽ, അല്ലേ? ഫോറിൻ പട്ടികൾ. 2 പട്ടിയുണ്ട്, എനിക്കുണ്ട്, എൻ്റെ പട്ടി എൻ്റെ കൂടെ കിടക്കും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പട്ടിയെ വളർത്തണം. പക്ഷെ എന്താ പറയണേ? ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ധർമ്മം എന്താ പറയണേ? പരിപാലിക്കണമെങ്കിൽ നമ്മൾ ഗോക്കളെ പരിപാലിക്കണമെന്നാണ് പറഞ്ഞത്. ഗോ രക്ഷ ചെയ്യണം. ഗോക്കളെ 2 പശുവെങ്കിലും ഒരു വീട്ടിൽ വേണം. അങ്ങനെയുള്ള സംരക്ഷിക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്നാ പറയുന്നത്. ചണ്ടാലർ അഥവാ അസ്പൃശ്യർ എന്ന വിഭാഗത്തെ ഉയർന്ന വർഗം അവഗണിച്ചുകൂടെന്നുള്ള സൂചനയും ഈ പ്രസ്താവനയിലുണ്ട്. എല്ലാവരും പ്രാധാന്യമുള്ളതാണ്. അത് ആരും ആയിക്കോട്ടെ, ചണ്ടാളന്മാരായിക്കോട്ടെ, ഏത് ജാതി മത എന്നോ ഇല്ല, കച്ചവടക്കാരായിക്കോട്ടെ. പക്ഷെ എല്ലാവർക്കും മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിയിൽ ചിലർക്കുള്ള ബന്ധം പ്രത്യക്ഷമാണ്, മറ്റുള്ളവരുടെ ബന്ധം പരോക്ഷവും. എന്നിരുന്നാലും കൃഷ്ണാവബോധമുള്ളിടത്ത് എല്ലാവരും മൊത്തം നന്മ എപ്പോഴും സംരക്ഷിക്കപ്പെടും. അതാണ് കൃഷ്ണാവബോധത്തിൽ ഉള്ള ഏറ്റവും വളരെ കാതലായ ഭാഗം എന്ന് പറഞ്ഞത്. ഏവർക്കും ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ചെയ്യുന്ന വഴി ഏത് ചണ്ടാളനായിക്കോട്ടെ, കച്ചവടക്കാരായിക്കോട്ടെ, ശൂദ്രരായിക്കോട്ടെ, വൈശ്യരായിക്കോട്ടെ, ബ്രാഹ്മണരായിക്കോട്ടെ, ശരിയായിട്ടുള്ള കൃഷ്ണാവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ശരിയായിട്ടുള്ള ശുദ്ധഭക്തനാകുവാൻ നിത്യവും ഹരിനാമ സങ്കീർത്തനം ജപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ കർമ്മഫലങ്ങളെല്ലാം അതിനെല്ലാം പ്രാപ്തി കൈവരുന്ന ശരിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ജീവിതം ജീവിക്കുകയാണെങ്കിൽ ആരുമായിക്കോട്ടെ കൃഷ്ണാവബോധത്തിലൂടെ അവർക്ക് ഈ ശുദ്ധി പ്രാപിക്കാം, അല്ലെങ്കിൽ ഒരു കൃഷ്ണാവബോധമുള്ളവരായി തീരാം എന്നാണ് പറയുന്നത്. അപ്പം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഇന്നും ഗോവർദ്ധന പൂജ എന്ന യജ്ഞം നടത്താറുണ്ട്. ഇന്നും നമ്മൾ ഓരോ സപ്താഹ വിധിയിലും നമുക്ക് ഭഗവാന്റെ ഈ ഗോവർദ്ധന പൂജ നടത്തി എല്ലാ ഭക്തജനങ്ങൾക്കും അവരോട് ഏത് ജാതിയിലുള്ളവർ ആരുമായിക്കോട്ടെ അവർക്കും സേവനം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന ഒരു വിധിയാണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇന്ന് നടത്തിക്കൊണ്ടുവരുന്ന വളരെ പ്രാധാന്യമേറിയ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ നമുക്കും ഗോവർദ്ധന പൂജയെപ്പറ്റി പല വിവരണങ്ങളും ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ ചെയ്യാനുള്ള വിധിപ്രകാരമുള്ള ആ ഗോവർദ്ധന പൂജ മനുഷ്യരാശിക്ക് വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. അപ്പം അതെല്ലാം കൃഷ്ണാവബോധത്തിൽ നമുക്ക് വളരെ മേന്മയേറിയ കാര്യമാണ്. അപ്പൊ കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഇന്നും ഗോവർദ്ധന പൂജ എന്ന യജ്ഞം നമുക്ക് നടത്തി കാണാറുണ്ട്. കൃഷ്ണന്റെ ആരാധനാകയാൽ അദ്ദേഹത്തിന് ഭൂമിയായ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും ആരാധ്യം തന്നെയാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഓരോ മൺതരികളിലും ഓരോ ചെടികളിലും ഓരോ ജീവജാലങ്ങളിലും ആ ഒരു ആരാധന രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ ഭൂമിയായ വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും ആരാധ്യം. അതാണ് ഗോവർദ്ധന പർവ്വതത്തെ ആരാധിക്കുന്നത് ഭഗവാനെ ആരാധിക്കുന്ന തുല്യമാണ്. അപ്പൊ ഗോവർദ്ധന പർവ്വതത്തിൽ നമ്മൾ 24 കിലോമീറ്റർ 4 സ്റ്റേറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഗോവർദ്ധന പർവ്വതത്തിൽ നമ്മൾ ചെന്ന് പരിക്രമ ചെയ്യും, പ്രദക്ഷിണം ചെയ്യും. ഗോവർദ്ധന പർവ്വതത്തിൽ ചെന്ന് ശയന പ്രദക്ഷിണം ചെയ്യും. അങ്ങനെയുള്ള ചൈതന്യ മഹാപ്രഭു എന്താ പറയണേ? ഗോവർദ്ധന പൂജ നടത്തുന്നത് തന്നെ പൂജിക്കുന്നതിന് സമമാണെന്നാണ് പറഞ്ഞത്. ഭഗവാനെ പൂജിക്കേണ്ടത് സമമാണ് ഗോവർദ്ധന പർവ്വതം. അപ്പൊ ഇങ്ങനെയുള്ള ഗോവർദ്ധന പർവ്വതത്തെ പറ്റി നമ്മൾ ഭാഗവതത്തിൽ വായിക്കുമ്പോൾ നമ്മളൊക്കെ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുന്ന ഹരേകൃഷ്ണ ഭക്തന്മാർ അല്ലെങ്കിൽ ഇസ്കോണിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്തന്മാർ സപ്താഹ സമയത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് ഗോവർദ്ധന പൂജ. എല്ലാവർക്കും വളരെ വിശദമായിട്ട് ഭഗവാനെ സേവിക്കാനുള്ള അവസരമാണ്. എന്താണ് ഇവിടെ കാണിച്ചതെന്ന്? എല്ലാവിധമായ യജ്ഞങ്ങൾ, അനുഷ്ഠാനങ്ങൾ, എല്ലാ കാര്യങ്ങളും ഫലം, പത്രം, പുഷ്പം, ഫലം എല്ലാം കൊണ്ടുവരികയും ഭഗവാനെ നിവേദിക്കുകയും ഭഗവാനെ അന്നക്കൂട്ട് എന്നുള്ള ഒരു ഭഗവാന്റെ ഏറ്റവും വലിയ ആ ഗോവർദ്ധന പർവ്വതം പോലെ തന്നെ നമ്മൾ ആ ഒരു
അന്നം കൊണ്ട് ഉണ്ടാക്കുകയും അതിലൂടെ ഭഗവാനെ, അതാണ് ഭഗവാൻ പറഞ്ഞത്, എന്നെ പൂജിക്കുന്ന തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആ അന്നക്കൂട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വൃന്ദാവനത്തിലും പുറത്തുള്ള ക്ഷേത്രങ്ങളിലുമെല്ലാം സമൃദ്ധമായ അളവിൽ ഭോജ്യങ്ങൾ തയ്യാറാക്കി അതെല്ലാം നമുക്ക് ആർഭാടത്തോടെ മറ്റുള്ളവർക്ക്, ബഹുജനങ്ങൾക്കും ഇതെല്ലാം നമ്മൾ വാരിക്കോരി വിളമ്പി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഇതെല്ലാം വളരെ ആഘോഷത്തോടെ കൊണ്ടാടേണ്ട ഒന്നാണ്. അപ്പം ഇതെല്ലാം ഈ മഹാപ്രസാദമൊക്കെ എല്ലാവരും കഴിക്കുമ്പോൾ അതിലൊക്കെ വളരെ ആനന്ദം കൊള്ളാറുണ്ട് ഭക്തന്മാരെന്നാണ് പറയുന്നത്. തികഞ്ഞ സംതൃപ്തിയോടെ ആളുകൾ അവ ഇതെല്ലാം ഭക്ഷിക്കുന്നത് കാണാം. ഇപ്രകാരം പരമ്പൊരുളായ ഭഗവാന്റെ ഇന്ദ്രയജ്ഞ അവസാനിപ്പിച്ച് ഗോവർദ്ധന പൂജ ആരംഭിക്കാൻ ഗോപന്മാരെ ഉപദേശിച്ചു. അതായത് അഹങ്കാരിയായ സർവ്വലോകാധിപനായ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതിൻ്റെ ഭഗവാന്റെ ഉദ്ദേശം. സത്യസന്ധരും ശുദ്ധരുമായ ഗോപന്മാർ നന്ദമഹാരാജാവിന്റെ നേതൃത്വത്തിൽ കൃഷ്ണന്റെ അഭിപ്രായം അംഗീകരിക്കുകയും കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ഗോവർദ്ധന പൂജ നടത്തി ഇതിനെ പ്രദക്ഷിണം ചെയ്യും. പ്രദക്ഷിണം ചെയ്ത് ഇന്ന് വൃന്ദാവനവാസികളൊക്കെ വളരെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് പശുക്കളെയും കൊണ്ട് ഗോവർദ്ധനത്തെ പ്രദക്ഷിണം ചെയ്യും. അതുപോലെയൊക്കെ നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദമഹാരാജാവും ഗോപന്മാരും പണ്ഡിതന്മായ ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി വേദസൂക്തങ്ങളെല്ലാം ഉരുവിട്ട് അത്യന്തം സമൃദ്ധിയായി വേഷഭൂഷങ്ങളൊക്കെ അണിഞ്ഞ് കാളവണ്ടിയും ഭഗവാന്റെ മഹിമാനങ്ങൾ, ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെല്ലാം വാഴ്ത്തി ഈ ബ്രാഹ്മണരും ഗോപന്മാരും ഭാര്യമായ ഗോപികളും ഒക്കെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഗോവർദ്ധന പർവ്വതവും ഞാനും, അതായത് ഭഗവാൻ പറയാണ്, താനും ഗോവർദ്ധന പർവ്വതവും ഭിന്നമല്ലെന്ന് ഭക്തന്മാരെ ബോധ്യപ്പെടുത്താനായിട്ട് അതിബൃഹത്തായ ഒരു അതീന്ദ്രിയ രൂപം നോയിക്കൊണ്ടു ഞാൻ തന്നെയാണ് ഗോവർദ്ധന പർവ്വതം എന്ന് കൃഷ്ണൻ വൃന്ദാവനവാസികളോട് പ്രഖ്യാപിച്ചു. അതാണ് ഭഗവാൻ തന്നെയാണ് എന്നെയാണ് പൂജിക്കുന്നത്, തന്നെ പൂജിക്കുന്നത് സമമാണ് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. തുടർന്ന് അവിടെ നിവേദിച്ചിരുന്ന മുഴുവൻ ഭോജ്യങ്ങളും ഭഗവാനും ഭുജിച്ചു, ഭക്തന്മാരും ഭുജിച്ചു. ആ ഗോവർദ്ധന പർവ്വതവും ഭഗവാനുമായിട്ടുള്ള ആ താതാത്മ്യത്തെ നമ്മൾ ഇന്നും വളരെ പ്രാധാന്യത്തോടെ ആദരിച്ചു പോരുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സപ്താഹവേദിയിൽ ഇതെല്ലാം ഇപ്പം നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്കോൺ ഭക്തന്മാർ കൃഷ്ണവിഗ്രഹത്തെ പൂജിക്കുന്ന അതേ മട്ടിൽ അവയെ ഭക്തന്മാർ പൂജിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൃഷ്ണന്റെ രൂപവും കൃഷ്ണനും വെവ്വേറെ വിളങ്ങിയതിനാൽ വൃന്ദാവനവാസികളോടൊത്ത് കൃഷ്ണൻ സ്വയം ആ മൂർത്തിക്ക്, ഗോവർദ്ധന പർവ്വതത്തിന് ഒരുപോലെ പ്രണാമങ്ങൾ അർപ്പിച്ച്, ഇങ്ങനെ പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോൾ കൃഷ്ണനെ പ്രഖ്യാപിച്ചു, ഗോവർദ്ധന പർവ്വതം ഈ ബൃഹത്തായ രൂപം ധരിച്ച് നമ്മുടെ നിവേദ്യം സ്വീകരിച്ച് നമ്മോട് അനുഭാവം കാണിച്ചിരിക്കുന്നത് നോക്കൂ എത്ര. അതിനു പുറമെ അവിടെ കൂടിയിരുന്നവരോട് കൃഷ്ണൻ ഇത്രയും പ്രഖ്യാപിച്ച്, നാം സ്വന്തം നിലയ്ക്ക് ഇതിനെ പൂജിക്കുന്നതിനാൽ ഗോവർദ്ധന പൂജയെ അവഗണിക്കുന്നവർക്ക് ഒരിക്കലും സൗഖ്യമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഗോവർദ്ധന പർവ്വതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗോവർദ്ധന പൂജ എന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഗോവർദ്ധന പൂജ ഈ ചാപ്റ്ററിൽ ഉള്ള ഈ 24ാമത്തെ ചാപ്റ്ററിൽ ഈ ഗോവർദ്ധന പൂജ യജ്ഞം നടത്തി വൃന്ദാവനവാസികൾ മുഴുവൻ വസുദേവപുത്രനായ കൃഷ്ണന്റെ നിർദ്ദേശം പാലിച്ചു. തുടർന്ന് അവർ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അതാണ് ഈ കഥയുടെ ചുരുക്കം. അപ്പം ഇത് ഗോവർദ്ധന പൂജ എന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അത് നമുക്ക് അതിൻ്റെ ശ്രുതി അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശ്രുതിഫലം, ഇത് കേട്ടതും ചെയ്യുന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് വായിച്ച് തന്നെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളത് സത്സംഗത്തിൽ വന്ന് അതിനെപ്പറ്റി കഥ കേൾക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആ ഭഗവാന്റെ ഭക്തന്മാരുടെ കൃപ കൊണ്ട് മാത്രമാണ് ഈ വൃന്ദാവനവാസികൾക്കും ഈ ഗോവർദ്ധന പൂജത്തെ പൂജിക്കാനുള്ള അവസരം കിട്ടിയത്. അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ഗോവർദ്ധന പൂജയ്ക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ കഥകളൊക്കെ കേൾക്കുന്നതും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എത്രത്തോളം മഹത്തരമാണ് എന്നും മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ, ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയും ഭക്തിയുത സേവനം കൂടുതൽ എന്നും കൂടുതൽ ഭക്തി കിട്ടാനും നിഷ്കാമമായ ഭക്തി ഭഗവാനോട് നമ്മൾ മറ്റുള്ള ഉദ്ദേശങ്ങളൊന്നുമല്ലാതെ ഭഗവത് പാതാരബന്ധങ്ങളെ ആശ്രയിക്കാനും അതിനുള്ള എല്ലാവർക്കും ഭഗവാന്റെയും കൃപ ഉണ്ടാകട്ടെ. ആ തത്വം, ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ ആ തത്വം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മറ്റുള്ള ദേവീദേവന്മാരെ പൂജിക്കുന്നതിനേക്കാൾ ഇന്ദ്രൻ്റെ ഒരു അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്ത് കാണിക്കുന്നത് എന്താ, നമ്മളെ ഉള്ളിലുള്ള ആ കാമക്രോധ ലോഭ മത മത്സരങ്ങളെല്ലാം മാറി പൂർണ്ണ പരമ്പൊരുളായ ഭഗവാനെ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ആ നവവിധ ഭക്തികളിൽ പ്രാധാന്യമേറിയ നാമസങ്കീർത്തനം, ഹരിയുടെ കീർത്തനം, പിന്നെന്താ ശ്രദ്ധ, ശ്രവണം, അതാണ് ഏറ്റവും പ്രാധാന്യം. അപ്പം ശ്രദ്ധയോടും ശ്രവണത്തിൽ വളരെ ഉത്സാഹകരമായിട്ട് നമ്മൾ ഈ ഭഗവാന്റെ തിരുനാമം 16 മാല ജപിക്കുകയും അതിനോടുള്ള നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും ഭഗവത് പ്രാപ്തി കൈവരിക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നാളത്തെ ഇനി നാളത്തെ ചാപ്റ്റർ 25ാമത്തെ വൃന്ദാവനത്തിലെ പേമാരി. ഹരേ കൃഷ്ണ. എല്ലാവരും ഹോംവർക്ക് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഹരേ കൃഷ്ണ. അതൊരു ഹോംവർക്ക്. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.